മുസ്ലിം ലീഗിന് രാജ്യസഭാ സീറ്റ് നൽകാമെന്ന കോൺഗ്രസ് നിർദ്ദേശത്തിൽ ലീഗ് നേതാക്കൾ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ചയിലെ വിവരങ്ങൾ തങ്ങളെ അറിയിച്ചെന്നും അന്തിമ തീരുമാനം നാളെ ഉണ്ടാകുമെന്നും യോഗശേഷം നേതാക്കൾ പറഞ്ഞു. ഇതിനിടെ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് അവസരം വേണമെന്ന് യൂത്ത് ലീഗ് മുസ്ലിം ലീഗ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇ ടി മുഹമ്മദ് ബഷീറുമാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് ആവശ്യപ്പെട്ട 3ാം സീറ്റ് സംബന്ധിച്ച് കോൺഗ്രസുമായി നടന്ന ചർച്ചയിലെ വിശദാംശങ്ങൾ നേതാക്കൾ സാദിഖ് അലി തങ്ങളെ അറിയിച്ചു. രാജ്യസഭാ സീറ്റ് നൽകാമെന്ന കോൺഗ്രസ് നിർദ്ദേശത്തിൽ അന്തിമ തീരുമാനം തങ്ങൾ പ്രഖ്യാപിക്കും. ഈ തീരുമാനം ചർച്ച ചെയ്യുന്നതിനും സ്ഥാനാർത്ഥി നിർണയത്തിനുമായി നാളെ വിശദമായ യോഗം ചേരും. ആ ചർച്ചയുടെ കാര്യങ്ങൾ ഞങ്ങൾ തങ്ങൾക്ക് ബ്രീഫ് ചെയ്ത് കൊടുക്കും. അത് വെച്ചിട്ട് നാളെ നമ്മൾ ഇരിക്കുമ്പോൾ തങ്ങൾ ഇത് വെച്ചിട്ടുള്ള തീരുമാനം അന്തിമമായിട്ട് പറയും. ഇതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ മുസ്ലിം ലീഗിന് ലഭിക്കുന്ന രാജ്യസഭാ സീറ്റിലോ യുവാക്കൾക്ക് പ്രാതിനിധ്യം വേണമെന്ന് യൂത്ത് ലീഗ് മുസ്ലിം ലീഗ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവർ അലി ശിഹാബ് തങ്ങളും ഉപാധ്യക്ഷൻ ഫൈസൽ ബാഫക്കി തങ്ങളും നേരിട്ടെത്തിയാണ് ആവശ്യം ഉന്നയിച്ചത്. ആഗ്രഹമുണ്ട്, അത് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അല്ല, അത് അവരാലോചിക്കുമല്ലോ. അല്ല, നമുക്കൊരു പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുള്ളത് എന്താണെന്നുള്ളത് നേതൃത്വം തീരുമാനിക്കണം. രാജ്യസഭാ സീറ്റ് നൽകാമെന്ന കോൺഗ്രസ് നിർദ്ദേശം അംഗീകരിച്ചാകും ലീഗ് നാളെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയടക്കം നടത്തുക. യുവാക്കൾക്ക് അവസരം വേണമെന്ന യൂത്ത് ലീഗ് ആവശ്യവും യോഗത്തിൽ ചർച്ചയാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ വേഗത്തിൽ പ്രഖ്യാപിക്കാനുമാണ് മുസ്ലിം ലീഗ് ലക്ഷ്യമിടുന്നത്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഷബീർ ഉമർ, മീഡിയ 1, മലപ്പുറം.